ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മൾ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം വിസ്തീകരിക്കണമേ. Our Father in heaven, hallowed be thy name. സുവിശേഷം 6:9 പഠിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ നാമം നമ്മൾ ഈ ഭൂമിയിൽ വിശദീകരിക്കപ്പെടേണ്ടത് എന്ന് നമ്മൾ പഠിക്കുകയാണ്. 1 കൊരിന്ത്യർ 6:19-20 നമ്മൾ കണ്ടു. You know that your body is the temple of the Holy Spirit, therefore glorify God with your body. നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നീ അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ ശരീരം? ചിലർ ഓർക്കുന്ന ഹൃദയത്തിൽ മാത്രമേ ദൈവമുള്ളെന്നല്ല. ഹൃദയം അതിവിശുദ്ധ സ്ഥലമാണ്, ശരീരം വിശുദ്ധ സ്ഥലമാണ്. അത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ അറിയാം. വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉണ്ടായിരുന്നു അവിടെ. അതുപോലെ നമ്മുടെ ശരീരം വിശുദ്ധ സ്ഥലം, അത് വിശുദ്ധ സ്ഥലം നമ്മുടെ ഹൃദയമാണ്. ഹൃദയം ഏറ്റവും വലിയ പവിത്രമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം, നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കണം, നമ്മുടെ കണ്ണെങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ കണ്ടു. ഇനി കാതുണ്ടല്ലോ. അപ്പം ദൈവം നമ്മുടെ ചെവികൾ ചെവി തുറക്കുന്ന എന്തിനാണ്? ദൈവവചനം കേൾക്കാനും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കാനുമാണ് നമ്മുടെ ചെവികൾ, നമ്മുടെ കാതുകൾ തുറക്കേണ്ടത്. അല്ലാതെ അനാവശ്യമായ നോയ്സ്, ഗോസിപ്പ്, ജഡ്ജ്മെൻറ്റ്, മറ്റുള്ളവരുടെ വിധി, മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുന്ന, മറ്റുള്ളവരെ കുന്നായ്മ, കുശുമ്പ്, കുറ്റം പറച്ചിൽ, അതെല്ലാം ഏഷണികെട്ടൽ, അതൊന്നും കേൾക്കാനല്ല നമ്മുടെ ചെവി ഉപയോഗിക്കേണ്ടത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയണം, സോറി, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ്, ഐ എം എ ന്യൂ ക്രിയേഷൻ, ഞാൻ പഴയ ആളല്ല, എനിക്ക് ആരെപ്പറ്റി ഇതൊന്നും കേൾക്കാൻ ഇഷ്ടമില്ല എന്ന് ഇപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി. നേരത്തെ അതൊക്കെ നമ്മൾ കൂട്ടുകൂടി കേൾക്കാൻ നല്ല രസമാണ്, കൂട്ടുകൂടി അത് പറയാനും രസമാണ്, അങ്ങനെയൊക്കെ ഇരുന്നു. പക്ഷേ ഇപ്പോൾ ദൈവവചനം എന്നെ ശാസിക്കുകയാണ്, അങ്ങനെ പറയരുത് മോളെ, അങ്ങനെ പറയരുതെന്ന് പറയും. അങ്ങനെ ഓക്കെ, ഹോളി സ്പിരിറ്റ് വിൽ പ്രിവെൻറ്റ് യു ഫ്രം ഡൂയിങ് സിന്ന്, പ്രിവെൻറ്റ് യു ഫ്രം ഡൂയിങ് ദാറ്റ്. അപ്പം നമ്മൾ അങ്ങനെ സൂക്ഷിക്കണം നമ്മുടെ കാതുകളെ. ബിക്കോസ് നമ്മുടെ വചനത്തിന് വേണ്ടി നമ്മുടെ കാതുകളെ തുറന്നാൽ എന്താണ്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10:17 പറയുന്നു. 10:17 says, for faith comes by hearing and hearing by the word of God. ദൈവവചനം കേൾവിയാലാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചോ? എന്നും കേൾക്കുന്നവരുണ്ട്, എന്നും ആമേൻ പറയുന്നവരുണ്ട്. താങ്ക് യു സോ മച്ച്. കുറേ പേര് സ്ഥിരമായിട്ട് ആമേൻ പറഞ്ഞ് റിസീവ് ചെയ്ത് എനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഞാനും ഒരു ലവ് ചിഹ്നമൊക്കെ ഇടും അതിന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരും കേൾക്കുന്നുണ്ട്, ചിലർ റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഒത്തിരി പേര് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റർ 20 പേർക്കൊക്കെ 20 ഗ്രൂപ്പിലേക്കാണ് ഇടുന്നത്. അങ്ങനെയൊക്കെയുള്ള 70-ഉം 80-ഉം ഗ്രൂപ്പുകാർ 100 പേരുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ഒരു സഹോദരി മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകൾ, മലയാളം അറിയാവുന്ന എല്ലാ ഗ്രൂപ്പുകൾക്കിടെയും ഫോർവേഡ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും വേർഡ് ഇത് പരിശുദ്ധാത്മാ പറഞ്ഞു തരുന്നതാണ്, നിങ്ങൾ കേൾക്കാത്തതാണ്. നിങ്ങൾക്ക് സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അറിയാം, അത് ചുമ്മാ ചൊല്ലിക്കൊണ്ട് പോവുകയല്ല. പക്ഷേ അതിൻ്റെ ഡീപ്പ് മീനിങ് എന്താണ്, ഇതിൻ്റെ അർത്ഥം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാവരുടെയും ഭവനത്തിൽ എത്തിച്ചാൽ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും. അപ്പോൾ നമ്മുടെ ചെവി, നമ്മുടെ കാത് തുറക്കുന്ന ദൈവവചനത്തിന് വേണ്ടിയാണ്. അപ്പം വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ മാത്രം അനുഗ്രഹിക്കപ്പെട്ടാൽ പോരാ, നിങ്ങൾ മാത്രം വിശ്വാസം വർദ്ധിച്ചാൽ പോരാ. നിങ്ങളുടെ അനേകം പേര് നശിച്ചു പോകുന്ന എത്ര പേരുണ്ട്, എത്രയോ പേര് ദൈവത്തിനെ അറിയാത്തവരുണ്ട്, എത്രയോ ഗ്രൂപ്പുകൾ അനാവശ്യമുള്ള ഒരാവശ്യമില്ലാത്ത ഫോർവേഡ്സാണ് അല്ലേ. ചുമ്മാ ലോകപരമായ, അത് ശരിയാണെന്ന് പോലും അറിയില്ല. പക്ഷേ സത്യമായതാണിത്, സത്യവേദ പുസ്തകമാണ്. ദൈവത്തിൻ്റെ വചനം മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ, സത്യമുള്ളൂ. ദൈവം മാത്രമേ 100% നമ്മളെ ഒരിക്കലും കബളിപ്പിക്കാത്ത ദൈവമാണ്, ഒരിക്കലും നുണ പറയാത്ത ദൈവമാണ്. സത്യം, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്, ജീസസ് സെയ്ഡ്. ഞാൻ മാത്രമാണ് വഴിയും സത്യവും ജീവനുമെന്ന്, എന്നിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വേറെ ആരെങ്കിലും പറഞ്ഞു ഒരു ദൈവവും ഒരു മനുഷ്യനും പറയാൻ പറ്റിയില്ല. പക്ഷേ യേശു മാത്രമാണ് അത് പറഞ്ഞു. യേശു നമുക്ക് വേണ്ടി രക്തം ചിന്തിയ യേശുവിന് മാത്രമേ അത് പറയാനുള്ള അവകാശ യോഗ്യതയുള്ളൂ. അപ്പം നമ്മുടെ ചെവിയെ പറ്റിയാണ് കേൾക്കുന്നത്.
നമ്മുടെ കാത് തുറക്കേണ്ടത് ദൈവവചനത്തിന് വേണ്ടിയാണ് ഒന്നാമത്. രണ്ടാമത്, ഹോളി സ്പിരിറ്റ് വിൽ വിസ്പർ ടു യു. നിങ്ങൾ മുറിയടച്ച് റൂമിലിരുന്ന് തന്നെ പ്രാർത്ഥിച്ച് നോക്കിക്കേ, അന്നേരം ഹോളി സ്പിരിറ്റ് വിൽ ടോക്ക് ടു യു. ഹോളി സ്പിരിറ്റ് വിൽ വിസ്പർ ഇൻ യുവർ ഇയേഴ്സ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ചെവിയിലേക്ക്, കാതുകളിലേക്ക് മന്ത്രിക്കും. അതാണ് യേശു പറഞ്ഞു ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. ഹി സേസ് ഇൻ 2nd chapter 2:7, 11, 17, 29, 3rd chapter 6, 13, 22. 7 പ്രാവശ്യം പറയുന്നുണ്ട്, ഹീ ഹു ഹാസ് ഇയേഴ്സ് ലെറ്റ് ഹിം ഹിയർ വാട്ട് ദ സ്പിരിറ്റ് സേസ് എന്ന്. കാതുള്ളവൻ പരിശുദ്ധ ആത്മാവിൻ്റെ സ്വരം ശ്രദ്ധിക്കട്ടെ എന്ന്. ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ആത്മാവാണ്. ആത്മാവ് ഒരു സാധനമൊന്നുമല്ല. ആത്മാവ് ഫയറോ വാട്ടറോ അങ്ങനെയൊന്നുമല്ല, നദിയല്ല, തീയല്ല, കാറ്റൊന്നുമല്ല. ആത്മാവെന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാണ്. ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ആയിട്ട് നമ്മൾ ഒരു കൂട്ടുകാരനെ പോലെ നമ്മളോടൊപ്പമുള്ളതാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കണം നേരിട്ട്. ആമേൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ കാതുകൾ തുറക്കാൻ ദൈവം സഹായിക്കട്ടെ. ആൻഡ് ഈസ് ഓൾസോ ന്യൂ ടങ്. നമ്മുടെ നാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വീടാണ്. ആ നാവിലും കർത്താവുണ്ട് എന്നോർക്കണം. ആ നാവ് എത്രയോ പരിശുദ്ധമായിട്ട് നമ്മൾ സൂക്ഷിക്കണം, അല്ലേ? ആ നാവ് കൊണ്ടാണ് എല്ലാ പാപവും പറയുന്നത്. അതുകൊണ്ട് യേശു പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 5:37 പറയാണ്, ലെറ്റ് യുവർ യെസ് ബി യെസ് ആൻഡ് നോ ബി നോ. വാട്ട് എവർ ഈസ് മോർ ദാൻ ദാറ്റ് ഈസ് ഫ്രം ദ ഈവിൾ വൺ. നോ അതേ അല്ല, അത്രയും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ്. സൈലൻസ് മീൻസ് എ ലോട്ട്. ഇപ്പം ഞാൻ പഠിച്ചത് ഒത്തിരി നമ്മളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, നമ്മളെ പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. എത്രയോ സൈലൻ്റായിട്ടിരുന്നാൽ എത്രയോ നല്ലതാണ്. നമ്മൾ വിവരിച്ച് പറഞ്ഞാൽ അതൊക്കെ ആൾക്കാർ നമ്മുടെ വാക്കിനൊരു വില തരികയില്ല. അപ്പോൾ സൈലൻ്റായിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയാൽ, ഈഗിളിൻ്റെ ക്യാരക്ടർ അതാണ്. ഈഗിൾ കഴുകനെ പോലെയാണ് നമ്മൾ ആകേണ്ടത്. ഒരു ദൈവ പൈതലാകേണ്ടത് കഴുകനെ പോലെയാണ്. കഴുകൻ ഒരു കാക്ക കൊത്താൻ വന്നാൽ ആ കാക്കയെ തിരിഞ്ഞു കൊത്തുകയല്ല, കാക്കയെ അവഗണിച്ചുകൊണ്ട് അങ്ങോട്ട് പറന്നുയരും. അങ്ങനെയാണ്. നമ്മുടെ ചുറ്റും കാക്കകളുണ്ട്, നമ്മുടെ ചുറ്റും കോഴികളുണ്ട്, കൊത്താൻ വരും. അനേകം പേര് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ വരും. പക്ഷെ നമ്മൾ അവരിൽ നിന്ന് തിരിഞ്ഞു കൊത്തരുത്. ഞാൻ പഠിച്ചതാണ്, ദൈവവചനത്തിൽ നിന്ന് പഠിച്ചതാണ്. ഒരിക്കലും തിരിഞ്ഞ് നമ്മൾ ഒന്നും പറയണ്ട, സൈലൻ്റായിട്ട് പോവുക. എന്തെങ്കിലും വിഷമമുണ്ട് ദൈവത്തിന് അങ്ങോട്ട് ഏൽപ്പിക്കുക. അങ്ങനെ ചെയ്താൽ അത് വലിയ വലിയ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡാണ്. നമ്മൾ ആ ദൈവത്തിൻ്റെ ലെവലിലേക്ക് അങ്ങ് എത്തുകയാണ്. അതാണ് ദൈവനും പഠിപ്പിക്കുന്നത്. സോ യുവർ ടങ് മസ്റ്റ് ബി വെരി വെരി കെയർഫുൾ. ലെറ്റ് യുവർ യെസ് ബി യെസ് ആൻഡ് നോ ബി നോ. ഞാനും പഠിച്ചുകൊണ്ട് വരുന്നത് അതിൽ അമിതമായിട്ട് നമ്മൾ സംസാരിച്ചാൽ അതിനൊക്കെ വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 12:36 യേശു പറയുകയാണ്. എല്ലാ ഐഡിൽ വേർഡ്, നിസ്സാരമായ പൊട്ടച്ചൊല്ലോ അങ്ങനെ കളിവാക്കോ പറയുന്നതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കണമെന്ന് വിധി ദിവസത്തിൽ. അപ്പം നമ്മളിന്ന് പിന്നെ ടങ്ങിനെ പറ്റി ഈ യാക്കോബ് എഴുതിയിട്ടുണ്ട്, യുവർ ടങ് ഈസ് ലൈക്ക് എ വൈൽഡ് ഫയർ എന്ന്. അങ്ങനെ ഫയറായിട്ട് അഗ്നി പോലെ ഒരു ഫോറസ്റ്റ് മുഴുവൻ നശിപ്പിക്കാൻ പറ്റും. അതായത് ഒരാളുടെ ഏഷണി പറഞ്ഞ് വേറൊരാളോട് പറയും, നീ ആരോടും പറയരുത് കേട്ടോ, നിന്നോട് മാത്രമേ പറയുള്ളൂ. ഇങ്ങനെ കുശു ഇങ്ങനെ ഒരു 100 പേരോട് പറഞ്ഞ് അവസാനം ആളുടെ എന്നാ പറയുന്ന റെപ്യൂട്ടേഷൻ മുഴുവൻ നശിപ്പിക്കുകയാണ് നമ്മൾ. അങ്ങനെ അത് വലിയ വലിയൊരു ഏഷണിയായിട്ട് ആ ഫോറസ്റ്റ് ആ സിറ്റി മുഴുവൻ, ആ പട്ടണം മുഴുവൻ നശിപ്പിക്കുകയാണ്. അങ്ങനെ ആകാതിരിക്കുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണും എൻ്റെ കാതുകളും എൻ്റെ വായും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ദൈവമേ ഞാൻ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞ് എല്ലാവരും കരങ്ങൾ മാറോട് വെച്ച്, കർത്താവേ എന്നെ കഴുകണമേ, എന്തെങ്കിലും ദോഷമെന്ന് എന്നെ ക്ഷമിച്ച് അങ്ങയുടെ നാമം വിശദീകരിക്കപ്പെടുവാൻ എന്നിൽ കൂടി മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ഹെൽപ്പ് യു.